ഹലോ ഫ്രണ്ട്സ്, ചെമ്മന്നൂരിൽ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുക. അങ്ങനെ നമ്മുടെ പാർട്ടീഷൻ ചോദിച്ചതനുസരിച്ച് ഭയങ്കര ചർച്ചയും ചർച്ചയും തർക്കങ്ങളും നടക്കുവാണ്. അപ്പം സച്ചി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പാർലടുത്ത് അവരുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും, പാർലടുത്തിൻ്റെ പേരും കൂടി ചേർത്തല്ല വീടിൻ്റെ പേര് വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ തരാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അവളാകെ വെപ്രാളം വന്ന് അത് എന്ത് ചെയ്യും അങ്ങനെ ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ഇപ്പം അല്ല ചന്ദ്രമതിയും പറയുന്നുണ്ട്, എന്നാൽ സുതിമോളെ അച്ഛനെ വിളിക്കുക, ഇളയപ്പനെ വിളിക്കുക, എല്ലാവർക്കും പറയും. അങ്ങനെ വിളിച്ചു വരും. അങ്ങനെ വിളിക്കുന്നത് ശരി എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് വിളിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അറിയാലോ ഇവിടെ മീരേനെ വിളിക്കുന്നത്. ഇളയപ്പ ഞാൻ ശ്രുതിയാണ് സംസാരിക്കുന്നത്. എന്തോ ഒരിടത്ത് എവിടെയോ കുടുങ്ങിയിട്ടുണ്ട് എന്ന് ഇളയപ്പൻ്റെ വിളി കേൾക്കുമ്പോൾ അറിയാം എവിടെയോ കുടുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് മീര പറയുക. എന്നിട്ട് പറയാം, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, നമ്മളൊരു 3 കോടി രൂപയ്ക്ക് ഒരു വീട് മേടിച്ചു. അതിൽ ഫണ്ട് ഇത്തിരി കുറവുണ്ട്, ഒരു 70 ലക്ഷം രൂപ ഫണ്ട് കുറവുണ്ട്. അതെങ്ങനെ തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, നീ എന്താ ഈ പറയുന്നത്, ഞാൻ എവിടെ തരാനാ, ഇത് ഇവിടെ 70 ലക്ഷം പോയിട്ട് 70 രൂപ പോലും നമ്മുടെ കയ്യിലില്ല. മാത്രമല്ല അത് അച്ഛൻ്റെ ഈ ഫണ്ട് ഇല്ലെന്ന് അറിയാം, അച്ഛൻ്റെ അവസ്ഥ നമുക്ക് അറിയാമെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പം നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കണം, ഞാൻ പുറത്ത് ഇപ്പോൾ മേളിൽ പോയി സംസാരിക്കണം. നീ ഇപ്പം ഞാൻ പോയി അങ്ങനെ ചോദിക്കാൻ വേണ്ടി നീ എന്നെ മേലോട്ട് പറഞ്ഞു വിടുക, അത് മിക്കവാറും നടക്കുമെന്ന് ഇപ്പം ശ്രുതി പറയുവാണ്. അത് കഴിഞ്ഞ് പറയുവാണ്, എടി നീ ഒരു കാര്യം ചെയ്യും, നീ നിൻ്റെ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തിക്കാൻ വേണ്ടി ആ ഫണ്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിൻ്റെ വീട്ടുകാരോട് അല്ല ആ വീട്ടുകാരുടെ കാലെ വീണ്ടും സത്യങ്ങളെല്ലാം പറഞ്ഞ് ഇന്ന പോലെയാന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഇച്ചിരി മനസ്സിലുള്ള കുടുംബങ്ങളും കാര്യങ്ങളൊക്കെ അവരെ നിന്നെ ക്ഷമിച്ച് വിട്ടോളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്തായാലും നടക്കത്തില്ല അങ്ങളെ എന്ന് ഇളയപ്പനോടായിട്ട് സംസാരിക്കുക. എന്നാൽ നടക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നീ അവിടെ കിടന്ന് പെട്ടുപോകും, കാരണം എന്താണ് നിൻ്റെ കൂടെ നിന്ന് ഞാനും നശിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണപ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രുതി ഈ ഫോൺ കൈ കൊണ്ട് എടുത്തിട്ട് അല്ല രേവതി ഫോൺ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ വെപ്രാളപ്പെട്ട ഫോൺ മേടിക്കുക. എന്നിട്ട് അങ്കിള് എന്തായാലും നടക്കുമോ എന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ലല്ലേ, ബാങ്ക് ഫ്രീസ് ചെയ്തേക്കോ അല്ലേ, അതാ ശരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അവിടുന്ന് മാറി വരും, ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ പറ്റത്തില്ല, കാശ് കിട്ടത്തില്ല, അവിടെ അച്ഛൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല, ബാങ്കിൽ ഫ്രീസ് ചെയ്തേക്കും എല്ലാവരും, അതുകൊണ്ട് ഗവൺമെൻറ് ഫ്രീസ് ചെയ്തേക്കൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് ഇളയപ്പം പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക്, അങ്ങനെയാണോ, ശരി എന്ന് പറയുക. അപ്പം ശ്രുതി പറയുക, അച്ഛാ കണ്ടോ, ശ്രുതിയുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് കിട്ടത്തില്ല, അവർ അച്ഛൻ്റെ ക്യാഷില്ല, അപ്പം വീണ്ടും കാര്യത്തിൽ തീരുമാനം എത്തിക്കാൻ പറഞ്ഞത്, ഞാനിതിനകത്ത് തീരുമാനമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് രവീന്ദ്രൻ എഴുന്നേറ്റ് പോവാണ്. അപ്പം അടുത്തത് ചന്ദ്രമതി ചോദിക്കും, അമ്മ എങ്കിലും തീരുമാനം എത്തിക്കുമ്പോൾ പറയാം, ഞാനൊന്നും തീരുമാനം എത്തിക്കുന്നില്ല, ഇതിനകത്ത് വേറെ ഒന്നുമില്ല, എനിക്ക് വീട് വെക്കാൻ പറ്റത്തില്ല ശ്രുതി, എന്താണെങ്കിലും ആ വീട് വിറ്റുള്ള കളി ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ചന്ദ്രമതി എഴുന്നേറ്റ് പോവാം. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്ക് പറയാം, ഇല്ല ഞാൻ തോറ്റു കൊടുക്കത്തില്ല, ഞാൻ എങ്ങനെയാണ് വീട് മേടിച്ചേ പറ്റൂ എന്നുള്ള രീതി ഇങ്ങനെ ശ്രുതി സ്വയം പറഞ്ഞുകൊണ്ട് ശ്രുതിയോടായിട്ട് പറയും. എന്നിട്ട് എല്ലാവരും പിരിഞ്ഞു പോകണം. എന്നിട്ട് വൈകിട്ട് നോക്കുമ്പോഴത്തേക്ക് ശ്രീകാന്ത് പുറത്തുനിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ആ സമയത്ത് വർഷം വന്നിട്ട് ചോദിക്കും, എന്നാ ശ്രുതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ നമ്മുടെ ഈ ശ്രുതിയേട്ടൻ എന്നാ സെൽഫിഷാണോ, പണ്ട് തൊട്ടേ ഇങ്ങനെ പുള്ളിയുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ജയിച്ചാലും കിട്ടിയാലും മാത്രം മതി, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആരും ചിന്തിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യത്തില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ശ്രുതി പറയുന്നത്, അപ്പം അല്ലെങ്കിലും ഇങ്ങനെ നമ്മുടെ വർഷം കഴിക്കുന്നുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട് ശ്രുതിയേട്ടൻ എപ്പോഴും മണി മൈൻഡഡ് ആണെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ സച്ചിയേട്ടനെ കുറിച്ച് അങ്ങനെയല്ല, സച്ചിയേട്ടൻ അല്ല ശ്രീകാന്ത് പറഞ്ഞത്, സച്ചിയേട്ടൻ അങ്ങനെയല്ല, സച്ചിയേട്ടൻ പണ്ട് തൊട്ടേ ആൾക്കാരെ സഹായിക്കണം, ആൾക്കാരുടെ കൂടെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതെന്ന് പറയുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് പുള്ളി ഒരു ഭയങ്കര ഹാർഡ് വർക്കാണ്. പിന്നെ പുള്ളിയെക്കുറിച്ച് ആദ്യം തോന്നിയത് പുള്ളി ഒരു മൊറഡനായിട്ടുള്ള ഒരു റഫ് ക്യാരക്ടറൊക്കെയാണെന്ന് തോന്നിയത്. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി പുള്ളി പാവാന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴേ പുള്ളി ജെന്യുവനാണ്, പുള്ളിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലായി തീരാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ശരിയാ ചേട്ടനാ ചെയ്യുന്നതെന്ന് പറയാം. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ ശ്രുതി ഓടി വന്നിട്ട് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന്, അയ്യോ നമ്മൾ പറഞ്ഞ് കേട്ടുവാണോ, ഇല്ല കേൾക്കാൻ ചാൻസ് ഇല്ലെന്ന് വർഷ പറയുക. എന്നാ ശ്രുതിയേട്ടാന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, ശ്രുതി നിനക്ക് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ, എന്ത് കാര്യങ്ങൾ, വീട് വെക്കുന്നതിൻ്റെ കാര്യത്തിൽ നീയും അതൊന്നും ചേട്ടൻ പറയുന്നില്ല, എന്താ ന്യായം ഇരിക്കുന്നത്, എടാ നീയും കൂടെ ചേർന്ന് ഞാനടുത്ത് നീയും എൻ്റെ സപ്പോർട്ടിൽ നിൽക്കുമെന്ന് ഓർത്ത്, എടാ ഈ വീട് മേടിക്കുവാണെങ്കിൽ എന്താ ലാഭം, എല്ലാവർക്കും കൂടെ തന്നെ തങ്ങത്തില്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്,
നീ എന്നെ സഹായിക്കണം. ഞാൻ എന്നെ സഹായിക്കണേ. ഒരെണ്ണം പറയാ സുധിയ എടാ നീ ഒരു 70 ലക്ഷം രൂപ തരാം. ഞാൻ എവിടെ നിന്ന് 70 ലക്ഷം രൂപ തരാനാ പറയുമ്പോഴത്തേക്ക് എനിക്ക് 70 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇത് മാറ്റുമല്ലോ. കാരണം എൻ്റെ ഈ ഷെഫിൻ്റെ വർക്ക് മാറ്റിയിട്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു റിസോർട്ട് ഇടുമല്ലോ എന്നൊക്കെ പറയുവാണ്. ഉടനെ പറയുക അല്ല നീ നിൻ്റെ അമ്മായിപ്പനോട് ചോദിച്ചു. ഞാൻ അമ്മായിപ്പനോട് ചോദിക്കും. ഞാൻ ചോദിക്കത്തില്ല. ഞാൻ എന്തിനു ചോദിക്കുന്നത്? ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ചേട്ടൻ ആവശ്യമില്ലാതെ പറയരുതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ ശ്രുതി പെട്ടെന്ന് വന്നിട്ട് പറയാം ശ്രുതി അല്ല വർഷയുടെ അച്ഛനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷയുടെ അച്ഛൻ്റെ ഷെയറൊക്കെ ഉള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഷെയർ ഉണ്ടെങ്കിലും ഞാനായിട്ട് ചോദിക്കത്തില്ല. അവരെന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിന് അനുസരിച്ച് ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അവരുടെ ഷെയർ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല അവർക്ക് ഷെയർ മകൾ എന്നുള്ള സ്ഥാനത്ത് നിന്ന് എനിക്ക് തരണമെന്നുണ്ടെങ്കിൽ അവർ തന്നോളും. ഞാനായിട്ട് ചോദിച്ച് നാണം കെടേണ്ട കാര്യമില്ല ചേച്ചി. ഞാൻ ചോദിക്കത്തില്ല ആ കാര്യത്തിൽ. കാരണം അതായത് സുധിയേട്ടൻ അവർ അച്ഛനോട് ചോദിച്ച പോലെ തന്നെ ആ ഷെയർ എന്ന് ഞാൻ ചോദിക്കുക. അതൊക്കെ നാണം കെട്ട പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല നിങ്ങൾ കടമായിട്ട് തന്നാൽ മതി. നിങ്ങളുടെ ഷെയർ അല്ലേ ചോദിക്കുന്നത്? കടമായിട്ടിലൊന്നുമല്ല നമുക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറയുവാണ്. ഞാൻ ചോദിക്കത്തുമില്ല എന്ന് പറയാം. ഉടനെ ശ്രീകാന്ത് സുധിയോടൊരിക്കുക എടാ സുധിയേട്ടാ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ എന്നെ സഹായിക്കാൻ വേണ്ടി എന്നെ സച്ചിയേട്ടൻ എനിക്ക് ക്യാഷൊക്കെ അയച്ചു തരുമായിരുന്നു. സുധിയേട്ടൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന്. എടാ അതിപ്പോൾ എൻ്റെ അവസ്ഥ അങ്ങനെയല്ലായിരുന്നോ? കാരണം എനിക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ നിന്നെ സഹായിക്കാമല്ലോ എന്നുള്ളത് നീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തിനോട് ചോദിക്കണം. അല്ല ശ്രീകാന്തെ നീ വേറൊന്നുമല്ല, നീ റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ നീ ക്യാഷ് ചോദിക്കത്തില്ലേ നിൻ്റെ അമ്മായിപ്പനോട്? അപ്പോൾ അതുപോലെ ചോദിച്ച് മേടിച്ചത് ഞാൻ ചോദിക്കത്തില്ല. കാരണം വർഷയുടെ അമ്മ എനിക്ക് കൊണ്ട് ഒരു ബ്ലാങ്ക് ചെക്ക് എഴുതി തന്നിട്ട് എത്ര ലക്ഷം രൂപ എഴുതി എടുത്തോ എന്ന് പറഞ്ഞ് എനിക്ക് ബ്ലാങ്ക് ചെക്ക് തന്നു. എന്നിട്ട് ഞാനത് തിരിച്ചു കൊടുത്തിട്ട് എനിക്ക് വേണ്ടാന്നുള്ള രീതി പറഞ്ഞ വിട്ടെ. ഉടനെ വർഷം പറഞ്ഞ അതെ ആ ബ്ലാങ്ക് ചെക്ക് തിരിച്ചു കൊടുത്തതിന് അമ്മ എന്നെ വഴക്ക് വരെ പറഞ്ഞെന്ന് പറഞ്ഞു. എടാ അപ്പോൾ സുധി പറയുമ്പോൾ എടാ ശരിക്കും നീ നിൻ്റെ കാര്യത്തിന് വേണ്ടി ചോദിക്കുക, എൻ്റെ കാര്യത്തിന് എന്നെ ഒന്നും സഹായിക്കത്തില്ല. ഉടനെ സുധിയേട്ടൻ ഞാൻ എൻ്റെ കാര്യത്തിൽ ചോദിക്കുന്നത് പിന്നെ എങ്ങനെ സുധിയേട്ടൻ്റെ കാര്യത്തിൽ ഞാൻ ചോദിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് ചേട്ടൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെന്ന് പറയും. ഇവിടെ ഒരുത്തിനും സഹായിക്കത്തില്ല. ഒരുത്തിനും സഹായിക്കത്തില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം എന്നെ ഒന്ന് സഹായിക്കും, ഞാനൊരു നല്ല നിലയിൽ എത്തിത്തീരാൻ വേണ്ടി ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞു. സുധി ഭയങ്കര ബഹളം ഉണ്ടാക്കിയിട്ട് ശ്രുതി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോകണം. അപ്പോഴത്തേക്ക് വർഷം ചോദിക്കുന്നുണ്ട് എന്താ ശ്രീകാന്ത് നിങ്ങളുടെ ചേട്ടൻ ഇതിൽ പറ്റുന്നത് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? സുധിയേട്ടൻ വട്ട വിട്ടുകള എന്ന് പറഞ്ഞ് അത് സംസാരിക്കും. അകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ശ്രുതിയും സംസാരിച്ചുകൊണ്ട് എങ്ങനെയും നമുക്ക് ഈ വീട് സ്വന്തമാക്കി പറ്റത്തുള്ളൂ. ആരും നമുക്ക് വേണ്ടി സഹായിക്കത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയുക എൻ്റെ വീട്ടുകാർക്കെല്ലാം ഭയങ്കര അസൂയ. നമ്മളിങ്ങനെ ഒരു വീട് മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരെക്കാട്ടും വലുതാകത്തില്ല. അതെ അസൂയ, അവർക്കെല്ലാം അസൂയ, നമ്മളോട് അസൂയ എന്ന് ശ്രുതിയും പറയണം. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്രുതി പറയുക എങ്ങനെയും നമുക്ക് ക്യാഷ് ഉണ്ടാക്കിയേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇനിയിപ്പം ഞാൻ വേറെ ഭാഗമൊന്നുമില്ല. ശ്രുതി ചോദിക്കുക ഒന്നും കൂടെ അച്ഛനോട് കാശ് ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയ്യോ എന്ത് ശ്രുതി പറയുന്നത് അച്ഛനെ എപ്പോഴെപ്പോഴും ബുദ്ധിമുട്ടിക്കാൻ പറ്റും. നമുക്ക് എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തൊന്നുമില്ല. മാത്രമല്ല അച്ഛൻ്റെ സ്വത്ത് മുഴുവൻ എനിക്കുള്ളതല്ലേ, നമുക്ക് പിന്നീട് അനുഭവിക്കാം. ഇപ്പം എന്തെങ്കിലും മാർഗ്ഗം നമ്മൾ കണ്ടേ പറ്റുമോ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിയെന്ന് പറയുമ്പോഴത്തേക്ക് ശരിയെന്ന് പറയാം. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇനി മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ഇനി അഭിലാഷ് സാറിനെ വിളിച്ചിട്ട് ഈ ക്യാഷൊക്കെ ചോദിക്കാം. പക്ഷേ അതിന് മുമ്പേ നമുക്ക് ബിസിനസ് കൂട്ടണം. ബിസിനസ് കൂട്ടി നല്ല സെറ്റായിട്ട് വളർന്നു വരണം. എങ്കിൽ മാത്രം അഭിലാഷ് സാറിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഇനി ബിസിനസ് സബ് ഡീലേഴ്സിനൊക്കെ വിളിച്ച് അതിന് പ്രൊഡക്റ്റ് കൂടുതൽ കൊടുത്ത് അവരെ കൊണ്ട് ഈ ബിസിനസ് വർദ്ധിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലാഭടിക്കാം. മാത്രമല്ല എന്നിട്ട് ഇത് കഴിയുമ്പോഴത്തെ രജിസ്ട്രേഷൻ നടത്തണം. രജിസ്ട്രേഷൻ നടത്തിയാൽ മാത്രമേ ഇത് നമുക്ക് സ്വന്തമാക്കത്തുള്ളൂ എന്നുള്ള ഈ പറയാം. ഇനി തോറ്റു കൊടുക്കാൻ പറ്റത്തില്ല, ഞാൻ തോറ്റു കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തെ കാണിക്കുന്ന നമ്മുടെ സച്ചിൻ്റെ അവധിയാണ്. സച്ചിൻ്റെ അവധി ഇങ്ങനെ പുറത്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ എന്തൊരു തണുപ്പല്ലേ, നല്ല തണുപ്പ്, നല്ല കാലാവസ്ഥ എന്നുകൊണ്ട് ഇത് പറയുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് സച്ചിയോടായിട്ട് പറയുക അല്ല സച്ചി രവതിയായിട്ടോട് പറയാം എനിക്കും ഇതുപോലുള്ള വീടുകൾ എന്തോരം വീടുണ്ടല്ലോ, എന്തോരം മുറികളുണ്ടല്ലേ, എനിക്കിതുപോലൊരു മുറിയാണ് വീടാണ് നിനക്ക് പണിത് തരണമെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചിയായിട്ട് എനിക്ക് ഇത്ര വലിയ വീടൊന്നും വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ചെറിയ വീട് മതിയാണ്. എന്നാൽ നീ അങ്ങനെ പറയാൻ കാരണം ചേട്ടാ വലിയ വീടുണ്ടായിട്ട് ചെറിയ മനസ്സുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ വീട്ടിൽ താമസിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അത് ശരിയാന്ന് പറയാം. അപ്പം ചെറിയ വീട് മതി എന്ന് പറയാം. എന്താ നീ ഉദ്ദേശിക്കുന്നത് പറയാം. എനിക്ക് അതിന് മുമ്പേ ഒരു കാര്യം ചെയ്യുന്നുണ്ട് സച്ചേട്ടാ, ഈ വീടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് മിക്കവാറും
അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മ എന്നെ ഈ വീട് ആഗ്രഹിക്കുന്നുണ്ട്. അമ്മയാണെന്നുണ്ടെങ്കിൽ സുധിയേട്ടൻ്റെ ഭയങ്കര ഗംഭീര വീടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുക. അമ്മ ഏൽക്കാലും ഈ വീട് സുധിയേട്ടൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് താമസിക്കുമല്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അമ്മ ചിലപ്പോൾ താമസിക്കുമായിരിക്കും, എന്താ ചെയ്യാൻ. അപ്പോൾ അച്ഛൻ ഒറ്റപ്പെട്ടു. അച്ഛനും ഒറ്റപ്പെട്ടു പോകത്തില്ല, അച്ഛനെ നമ്മൾ കൊണ്ടുപോകുമല്ലോ, അച്ഛൻ ഞാനില്ലാതെ പറ്റത്തില്ല എന്ന് പറയാം. അതെന്നെ അങ്ങനെ പറയാൻ കാരണം അച്ഛൻ എന്നെ വിട്ടു പോകത്തില്ല. ഞാൻ എത്ര താമസിച്ചാലും ഞാൻ ഇവിടെ വന്നില്ലേ പോലും എന്നെ എപ്പോഴും വിളിച്ച് സംസാരിച്ചുകൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ അങ്ങനെ ഈ വീട്ടിലെ അമ്മ പറയുകയാണ് അച്ഛൻ അങ്ങനെ എന്നെ വിട്ടു വരത്തില്ല, മാത്രമല്ല നമ്മൾ അച്ഛനെ കൊണ്ടുപോകണം എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ സുധിയേട്ട അല്ല സച്ചിയേട്ട നമുക്ക് ഈ വീട് സ്വന്തമാക്കാൻ പറ്റുന്നത്? അത് അല്ല വീടല്ല സച്ചിയേട്ട എങ്ങനെയാ അല്ല സച്ചിയാണ് പറഞ്ഞത്, അതായത് നമുക്ക് ഈ വീട് സ്വന്തമാക്കണ കുഴപ്പമില്ല, പക്ഷെ നമുക്ക് വേറൊരു വീട് നമുക്ക് മേടിക്കാം. നിൻ്റെ സങ്കല്പം എന്നാന്ന് ചോദിക്കും പറഞ്ഞത്. അത് എനിക്ക് നാട്ടിൻപുറത്തൊരു വീട്, ഒരു ചെറിയ വരാന്തായിരിക്കും, പിന്നെ നടുമുറ്റം, അത് നടുമുറ്റം തുളസിത്തറയൊക്കെ നിന്നു അങ്ങനെയുള്ളൊരു വീടാണ് വേണ്ടേ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ അത്യാവശ്യം വന്നിരിക്കുമല്ലോ, കാര്യങ്ങളൊക്കെ ഉള്ള സച്ചി പറയാം ശരിയാ കാരണം ഈ വരാന്തയൊക്കെ ഉള്ള വീടൊക്കെ നല്ലതാണ്, ആൾക്കാരാകുമ്പോഴത്തേക്ക് വന്നിരിക്കാനും നമുക്ക് ഈ വരാന്ത എന്തിനാന്ന് അറിയാൻ ചോദിക്കും. വരാന്ത എന്തിനാ? അത് നമ്മുടെ വീട്ടുകാർക്ക് ഇരിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ മഴയാണെങ്കിലും കൂടുതൽ വെയിലാണെങ്കിലും ആൾക്കാർ പോകുന്നവരെല്ലാം ഈ വരാന്തയിൽ വന്നിരിക്കുമ്പോഴത്തേക്ക് അവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ ഇടപെടാനൊക്കെ പറ്റും. അങ്ങനെ ഒരു വീടാണ് നടുമുറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുക. അപ്പോൾ അത് നല്ല പറയാം. പക്ഷേ ഇപ്പോൾ ആ നടുമുറ്റത്തിന് പകരം അന്നാണ് ആൾക്കാർ ഇരുത്താൻ വേണ്ടി, ഇന്നിപ്പോൾ ആൾക്കാർ ഇരിക്കാതിരിക്കാൻ വേണ്ടി അവിടെ പട്ടിയെ കെട്ടിയിട്ടേക്കുക എന്നൊക്കെ പറഞ്ഞ് ശരിയാ. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു വീടൊക്കെ നാട്ടിൻപുറത്ത് ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്തുണ്ട്, അല്ല അച്ഛമ്മയുടെ അടുത്തുണ്ട്. അവിടെ ഒരുപാട് വീടുകളുണ്ട്. നമുക്ക് ഇനിയിപ്പം അച്ഛനുമായിട്ട് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വീട് മേടിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം, അച്ഛനുമായിട്ട് പോയി അവിടെ താമസിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് നമുക്ക് ലാസ്റ്റായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ ഈ ചാനൽ ഈ വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തർ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.